ആവണി ആരെയായിരിക്കും കാണാൻ പോയത്? അവളുടെ രഹസ്യ കാമുകനെ, അല്ലാണ്ട് ആരെ? ഞാൻ ഇതുവരെ തന്നോട് പറയാതിരുന്നൊരു കാര്യം ഞാൻ പറയാം. തന്നോട് പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ തൻ്റെ മുഖത്തിപ്പോൾ ഒരു ടെൻഷൻ കാണും. അതുകൊണ്ട് പറയുക, ആവണി പൈസ ഇട്ട് കൊടുത്ത ആളുടെ കംപ്ലീറ്റ് CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. അവളും അയാളും പൈസ കൈമാറുന്നതിൻ്റെ ആണോ? അല്ലല്ല, അയാൾ പൈസ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ATM CCTV. വക്കീലേ, ഈ കേസ് നമുക്ക് ജയിക്കണം. അവളെ മാത്രമല്ല, അവളുടെ അച്ഛനും എൻ്റെ കാലെ പിടിച്ച് കരയണം. കേസിൻ്റെ കാര്യമൊക്കെ താൻ എനിക്ക് വിടും. എന്നൊരു കാര്യം മോനാ, ഇതുപോലുള്ള തെളിവിൻ്റെ കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ടോക്കിന് പോകുമ്പോൾ അവിടെ പറയരുത്. ഇല്ല വക്കീലേ, ഇപ്പൊ എതിർപക്ഷം സ്ട്രോങ് ആയി. അവളുടെ കൂടെ ഇപ്പോൾ ആൾക്കാർ കൂടിക്കൂടിയിരിക്കുക. ഓരോ അടിയും നമ്മൾ സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. വേറൊരു കാര്യം കൂടിയുണ്ട് വക്കീലെ. ആ മദനൻ സത്യം പറയാൻ വേണ്ടി കോടതിയിലോട്ട് വരും. എന്നാ ആര് പറഞ്ഞു എന്നോട്? ആവണി. ആ, എന്നാ അവൻ്റെ പണി പോയത് തന്നെ. വക്കീലെ, എനിക്കിപ്പോൾ ചെറിയ പേടി തോന്നി തുടങ്ങി. അവളെ തളർത്താൻ നോക്കും തോറും അവൾ കൂടുതൽ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. താൻ പേടിക്കാതോ, തൻ്റെ കൂടെ ആരില്ലെങ്കിലും ഞാനുണ്ട്. ആ പ്രകാശ, ഞാൻ ഇറങ്ങി. ഞാൻ ഇപ്പോൾ വരും. ശരി വക്കീലേ, ഞാൻ ഇറങ്ങാം. അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇയാൾ ഓരോന്ന് പറഞ്ഞു എന്നെ കൂടെ പേടിപ്പിക്കുന്നു. അമ്മ സൂക്ഷിച്ച് തലമുട്ട തല. അമ്മ, ഞാൻ എത്ര തവണ ഈ പ്രകാശേട്ടനോട് പറഞ്ഞാന്നറിയോ അമ്മേന്റെ അടുത്ത് ഒന്ന് കൊണ്ടുവിടാൻ? സാരമില്ല മോളെ, വിശേഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ. 3 മാസം നല്ല റെസ്റ്റ് വേണം കേട്ടാ. ശരിയമ്മ, പ്രകാശേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ അമ്മയുടെ റൂമെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. യശോദാമ്മയ്ക്ക് സുഖമായല്ലോ അല്ലേ? ശരീരം സുഖമായിട്ട് എന്താ കാര്യം? മനസ്സിന്റെ സുഖം പണ്ടേ പോയില്ലേ? അതെന്താ യശോദാമ്മ അങ്ങനെ പറഞ്ഞത്? അമ്മ പിന്നെ സംസാരിക്കാം. അമ്മ, യശോദാമ്മ ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നല്ലേ ഉള്ളൂ, കിടക്കട്ടെ. നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കണ്ട. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ